നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ തോറ്റാൽ എം സ്വരാജ് എന്തു ചെയ്യും? ഈ ഒരു ചോദ്യം CPM-ലും CPM-ന്റെ അനുബന്ധ ഘടകങ്ങളിലും ഉയരുന്നുണ്ട്. സ്വരാജിന് അവിടെ വലിയ വിജയപ്രതീക്ഷയില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയിരം ഷൗക്കത്ത് അത്ര വലിയ ഭൂരിപക്ഷത്തിലല്ലെങ്കിലും ജയിച്ചു കയറും എന്നുള്ള വിശ്വാസം CPM-നുമുണ്ട്. പിന്നെ നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കാമെന്ന് പറഞ്ഞാണ് അവർ എം സ്വരാജിനെ അവിടെ നിർത്തിയത്. ഒരു രാഷ്ട്രീയ പോരാട്ടമാകട്ടെ നിലമ്പൂരിലെ എന്ന് പിണറായി വിജയനും CPM-ഉം തീരുമാനിച്ചു. കാരണം പാലക്കാട് പോലെ അല്ലെങ്കിൽ തൃക്കാക്കര പോലെ ഏതെങ്കിലും ഒരു സ്വതന്ത്രനെ പിടിച്ചു നിർത്തി നാണം കെടാനും ഒരുക്കമല്ല എന്ന് CPM-ന്റെ ഏരിയ കമ്മിറ്റിയും മലപ്പുറം ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതിൻ്റെ ഫലമായിട്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നിലമ്പൂരിൽ മത്സരിക്കാൻ എത്തിയത്. നിലമ്പൂരിൽ മത്സരിക്കേണ്ടി വരുമെന്നുള്ള സൂചന എം സ്വരാജിന് നേരത്തെ തന്നെ പാർട്ടി നൽകിയിരുന്നു. മത്സരിച്ചാൽ താൻ ജയിക്കില്ലെന്ന് സ്വരാജ് പാർട്ടിയെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ സ്വരാജ് മത്സരിക്കട്ടെ, തോറ്റു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വഴി നോക്കാമെന്നാണ് അപ്പോൾ പാർട്ടി സംസ്ഥാന നേതൃത്വം എന്ന് വെച്ചാൽ പിണറായി വിജയൻ പറഞ്ഞത്. സ്വരാജ് തോറ്റു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അടുത്ത വഴി? 2025 അവസാനം അല്ലെങ്കിൽ 2026 ആദ്യം വീണ്ടും രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്നും ഒഴിവ് വരുന്നുണ്ട്. അതിൽ 2 സീറ്റോളം CPM-ന് ലഭിക്കാമെന്നാണ് പറയുന്നത്. 2026 ഏപ്രിൽ മാസത്തിൽ അല്ലെങ്കിൽ മാർച്ച് മാസത്തിൽ വരുന്ന ആ ഒരു ഒഴിവിൽ 2 CPM അംഗങ്ങൾ രാജ്യസഭയിലേക്ക് പോകാം എന്നാണ് പറയുന്നത്. അതിൽ ഒരു സീറ്റ് അല്ലെങ്കിൽ ഒരു രാജ്യസഭാ സീറ്റ് സ്വരാജിന് നൽകാമെന്നാണ് പിണറായി വിജയൻ വാക്ക് കൊടുത്തിരിക്കുന്നത് അത്രേ. നിലമ്പൂരിൽ തോറ്റാൽ രാജ്യസഭയിൽ കാണാമെന്നുള്ള വിശ്വാസത്തിലാണ് എം സ്വരാജ് നിലമ്പൂരിൽ മത്സരിക്കാൻ എത്തിയതത്രേ. കാരണം നിലമ്പൂരിൽ ഇത്തവണ തോറ്റാൽ, അത് വലിയ മാർക്കിൽ തോറ്റാൽ പിന്നെ 2026 എം സ്വരാജിനെ നിലമ്പൂരിൽ പരീക്ഷിക്കുക അത്ര എളുപ്പമല്ല. പരീക്ഷിച്ചാൽ വിജയിക്കണമെന്നുമില്ല. കാരണം അപ്പോഴേക്കും സ്ഥിതിഗതികൾ മാറി വരും. പുതിയ സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് 2026 നടക്കുന്നത്. അത് ഉപതെരഞ്ഞെടുപ്പല്ല. അതുകൊണ്ട് തന്നെ സ്വരാജിനാണ് നിർത്തിയിട്ട് പ്രയോജനം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എം സ്വരാജ് ഇപ്പോൾ ഈ ബൈ ഇലക്ഷനിൽ നിലമ്പൂരിൽ തോറ്റാൽ സ്വരാജിനെ 2026 വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് അദ്ദേഹത്തെ രാജ്യസഭ MP ആക്കാം എന്നുള്ളൊരു ഉറപ്പ് പിണറായി വിജയൻ നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2026 ഏപ്രിൽ നമ്മുടെ ജോൺ ബ്രിട്ടാസിൻ്റെ കാലാവധി തീരും. ജോൺ ബ്രിട്ടാസിൻ്റെ കാലാവധി തീരുമ്പോൾ 2 CPM അംഗങ്ങൾക്ക് രാജ്യസഭയിലേക്ക് പോകാനുള്ള അംഗബലം CPM-ന് ഇപ്പോൾ തന്നെയുണ്ട്. അതിലൊന്ന് KT ജലീലായി കഴിഞ്ഞാൽ അടുത്തത് എം സ്വരാജ് ആയിരിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ CPM കേന്ദ്രങ്ങൾ നൽകുന്നത്. അതുകൊണ്ടാണ് സ്വരാജ് തോറ്റാലും കുഴപ്പമില്ല, അദ്ദേഹം മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് CPM എത്തിച്ചേർന്നത്. കാരണം സ്വരാജിനെ മുഹമ്മദ് റിയാസിന് അനഭിമിതനാണ് സ്വരാജ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും സ്വരാജ് CPM-ലെ ഏറ്റവും പ്രമുഖനായ നേതാവാണ്, തിളങ്ങുന്ന താരമാണ്. സ്വരാജിനെ അങ്ങനെ വെട്ടിയൊതുക്കി മാറ്റി നിർത്തുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് സ്വരാജിനെ രാജ്യസഭയിലേക്ക് വിട്ടാൽ ആ ശല്യം, അതിൻ്റെ മുഹമ്മദ് റിയാസിനുള്ള ശല്യം തീരുകയും ചെയ്യും. എന്നാൽ സ്വരാജിനെ പരിഗണിച്ച് നല്ലൊരു പോസ്റ്റിലേക്ക് എത്തിച്ചു എന്നുള്ള ഒരു ഒരു മാനസികമായ സുഖവും പിണറായി വിജയന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എം സ്വരാജ് പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹം രാജ്യസഭയിലെത്തും, രാജ്യസഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് രാജ്യസഭയിലെത്തും 2026 എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ഉറപ്പ് പിണറായി വിജയനിൽ നിന്ന് കിട്ടിയതിന് ശേഷമാണ് എം സ്വരാജ് മത്സരിക്കാൻ സമ്മതം മൂളിയതെന്നും ഒരു വിഭാഗം CPM നേതാക്കൾ പറയുന്നുണ്ട്. ഈ കാര്യത്തിൽ MP ഗോവിന്ദന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. എം സ്വരാജിന് രാജ്യസഭാ സീറ്റ് കൊടുക്കാം എന്നുള്ള പിണറായിയുടെ നിലപാടിന് MP ഗോവിന്ദന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് എം സ്വരാജിനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ എപ്പോഴും ഈ MP ഗോവിന്ദൻ കൈക്കൊള്ളുന്നു. ഏതായാലും പിണറായി വിജയൻ പറഞ്ഞു സ്വരാജിനെ കൈവിടില്ല, നിലമ്പൂരിൽ തോറ്റാലും ധൈര്യമായിട്ടിരുന്നോളൂ, തനിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയേക്കാം എന്നൊരു ഉറപ്പ് പിണറായി വിജയൻ്റെ കയ്യിൽ നിന്നും സ്വരാജിന് ലഭിച്ചത് കൊണ്ടാണ് അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കാൻ, ഒരു തോൽക്കുന്ന മത്സരമാണെങ്കിലും അവിടെ മത്സരിച്ച് കളയാമെന്ന് പറഞ്ഞിറങ്ങിയതെന്നാണ് CPM കേന്ദ്രങ്ങൾ രഹസ്യമായി പറയുന്നത്.